ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് മുന്നേയിട്ട് ജോലി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് വരുന്നതും ലഞ്ച് പ്രിപ്പറേഷൻ പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ രാത്രി ബീഫ് പുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കമൻസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ലൈക്ക് ഒന്ന് ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തോട്ടോ, കാരണം എൻഡിലെത്തുമ്പോഴത്തേനും മറന്നു പോവും. അപ്പോൾ അതെന്തായാലും എനിക്കും കുറച്ച് ഹെൽപ്ഫുൾ ആവും. പിന്നെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഉഷാറാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പം അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. ഈവൻ കുറച്ച് സമയമുള്ളൂ എങ്കിൽ കൂടിയും അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് തോന്നാറില്ല. മൈൻഡ് ക്ലിയർ ആവുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ കുട്ടികൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ഗ്രോസറി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഫിക്സ് ചെയ്യണമെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ലേ, അതെല്ലാം തന്നെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ഏറ്റവും നല്ലത് തലേ ദിവസം അല്ലെങ്കിൽ രാവിലെ മോർണിംഗിൽ സമയമുണ്ടെങ്കിൽ അത് ചെയ്യുവാണ് കേട്ടോ. കാരണം പിന്നെ നമുക്ക് ആ ഒരു ഡേയിലേക്ക് നല്ലൊരു പിടുത്തം കിട്ടുമെന്ന് പറയില്ലേ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പം രാവിലെ ചെയ്യാത്തതുകൊണ്ട് ഞാനതങ്ങ് ചെയ്തു വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ കുറേ പേർക്കെങ്കിലും ടു ഡു ലിസ്റ്റ് അത്ര താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്? ടു ഡു ലിസ്റ്റ് ഇഷ്ടമുള്ളവരാണോ? ടു ഡു ലിസ്റ്റ് സ്ഥിരമായിട്ട് എഴുതാറുണ്ടോ? ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മളുടെ സ്ഥിരമായിട്ട് കാണുന്നവർ ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് എഴുതുന്നവരാണോ അല്ലാത്തവരാണോ എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ മോർണിംഗിലെ ബെഡ് മേക്കിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തിങ് ആയിട്ട് ഈ ഒരു ബെഡ് ഒന്ന് നല്ല പോലെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ലൊരു എനർജി കിട്ടുന്നൊരു സംഭവമാണ് ബെഡ് വിരിച്ചിട്ട് ആ ബെഡൊന്ന് സെറ്റായി കാണുക എന്നുള്ളത്. അപ്പോൾ മിക്കവാറും ക്ലീനിങ് ജോലികളൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് തിങ് ആലോചിക്കുക ബെഡ് സെറ്റായോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും എൻ്റെ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് തിങ്, ക്ലീനിങ്ങിലൊക്കെ ഫസ്റ്റ് തിങ് വരുന്നത് മിക്കവാറും തന്നെ ബെഡ് മേക്കിംഗ് ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, സക്സസ്ഫുള്ളായ ഒരുപാട് ആൾക്കാരുടെ വൺ ഓഫ് ദ മെയിൻ ഹാബിറ്റ്സ് ആണ് മേക്കിംഗ് ബെഡ് ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ നമ്മുടെ മെസ്സി ആയിട്ടുള്ള ഒരു റൂം പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഒരു ഓർഡർ കൊണ്ടുവരാനും ബെഡ് മേക്കിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പം എനിക്കത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ബെഡ് മേക്കിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് പെൻഡിങ് ലോണ്ട്രി ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യം. ഒത്തിരി അങ്ങ് ചെയ്യത്തില്ല, പക്ഷേ 1 ലോഡ് ഓഫ് ലോണ്ട്രി എന്തായാലും മസ്റ്റായിട്ട് ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് ക്ലീനിങ് അപ്പ് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിൽ വന്നു. കാരണം ലേറ്റായിട്ടാണ് ഇന്നിപ്പോൾ കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകിയത് കൗണ്ടർ ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്ത് വെക്കാനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. കാര്യം ലഞ്ച് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മോരുകറിയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി പിന്നെ ഫിഷ് ഫ്രൈ കേട്ടോ. അപ്പം മോരുകറി ഞാൻ ഓൾറെഡി രാവിലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി മെഴുക്കുവരട്ടി ആക്കി എടുക്കണം, പിന്നെ ഫിഷ് ഫ്രൈ ആക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ, എങ്കിൽ കൂടിയും ചെയ്തെടുക്കണമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റുട്ടീനൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വന്നു കേട്ടോ. കുറേ നാൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ജോലിയും വീടും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് കുറച്ച് ഈസിയായി തുടങ്ങി. എന്തായാലും ഇതൊരു നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചോറും മോരുകറിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ചപ്പാത്തിയും ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മോരുകറിയും ഒരു ഫിഷ് ഫ്രൈ ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനിതിൻ്റെ ഇടയിലൊക്കെ തന്നെ ഫ്രൂട്ട്സും കുറേ കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പില്ല ചോറ് കഴിക്കുന്ന ടൈമായപ്പോൾ. അപ്പോൾ ഞാൻ അത് ഇച്ചിരി അത്യാവശ്യമുള്ള കാര്യമാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും എനിക്ക് ജോലി ഉണ്ടായിരുന്നു കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ചായക്കൊക്കെ മുന്നേ ആയിട്ടുള്ള സമയമൊക്കെ കുറച്ച് നേരം ഒന്ന് നാപ്പൊക്കെ, ഒരു പവർ നാപ്പ് പോലെയൊക്കെ എടുക്കലുണ്ട്. പക്ഷെ ജോലി ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ എടുക്കണമെന്ന്. പിന്നെ ഉറക്കമൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു പവർ നാപ്പ് എടുക്കും, എത്ര ജോലി ഉണ്ടെങ്കിലും. അപ്പം ഇന്നിപ്പം വലിയ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ക്ഷീണമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുമല്ലേ, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷെ പിന്നെ അപ്പം തന്നെ നമുക്കൊരു ചിന്ത വരും, അയ്യോ എന്നാൽ പിന്നെ ആവട്ടെ, ഇന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു മൂഡ് തോന്നുന്നില്ല, നാളെ ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നുമല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ ആക്ട് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയൊരു കാര്യം. ഇപ്പോൾ എക്സസൈസ് ചെയ്യണം, അതിൻ്റെ ഒരു എക്സ്ക്യൂസ് പെട്ടെന്ന് ബ്രെയിൻ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് പോയി ആക്ട് ചെയ്യാൻ നോക്കുക. എനിക്ക് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാര്യമായിട്ട് തന്നെ ഉണ്ട്. അതായത് ഇപ്പം 5 4 3 2 1 കൗണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ കാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവായി പോവാതിരിക്കാൻ ഇതെന്തായാലും വർക്ക് ചെയ്യും. അപ്പോൾ പക്ഷെ നമ്മൾ മൈൻഡിനെ പയ്യെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജങ്ക് ഫുഡൊക്കെ കഴിക്കണം എന്ന് പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇല്ല ഇതെനിക്ക് നല്ലതല്ല എന്ന് 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുക. അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കഴിക്കുക. ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നല്ലൊരു ഫ്രൂട്ടൊക്കെ കയ്യിലുണ്ട്. ഞാനിപ്പം എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് പോയി കഴിക്കും. ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ആ മാംഗോൻ്റെ ഒരു പീസ് കഴിച്ചാൽ ഞാൻ ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോയിൽ 5 സെക്കൻഡ് റൂളിനെ പറ്റിയിട്ടുള്ളൊരു മെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇന്നിവിടെ പറയാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ആകുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു പോകും. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനും കിട്ടുമല്ലോ. പിന്നെ വൈകിട്ടാണ് തുണികളൊക്കെ മടക്കി വയ്ക്കുന്നത്. ഇപ്പം തുണിയൊക്കെ ഉണങ്ങി കിട്ടിയതിന് ശേഷം, ജോലിക്ക് ശേഷമാണ്. ഒരുപാട് തുണികളുണ്ടാവും. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യും. മോൻ തുണി മടക്കി വെക്കാൻ അത്ര അങ്ങോട്ട് വരലില്ല, ഞാൻ പറഞ്ഞാലും കേൾക്കാൻ മടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നാലും മടിയുള്ളത് കൊണ്ട് ഞാൻ തന്നെ എടുത്ത് വയ്ക്കും. മോളുടെ തുണി മോൾക്ക് കൊടുക്കും. അവൾക്കും അത്യാവശ്യം മടിയുണ്ട്. അവൾ ചെയ്യാം ഞാൻ പറയും, ചെയ്യണില്ലെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കും. ഹസ്ബൻഡിൻ്റെ പുള്ളി തന്നെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അന്നന്നത്തെ ഡ്രസ്സ് അന്നന്ന് തന്നെ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് തുടങ്ങിയൊരു ഹാബിറ്റാണ് വൈകുന്നേരം ഇച്ചിരി സമയം നമ്മളുടെ ബാൽക്കണിയിലോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇഗ്നോർ ചെയ്തിട്ടിരുന്നൊരു സ്ഥലമാണ്. ചെയ്യും, പക്ഷെ സ്ഥിരമായിട്ട് നല്ല പോലെ കെയർ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഭയങ്കര പാവം പ്ലാന്റ്സാണ്. എന്ത് കെയർ കൊടുത്തില്ലെങ്കിലും അവരങ്ങനെ നിന്നോളും. അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് യെല്ലോ ലീവ്സൊക്കെ ആവുന്നേ ഉള്ളൂ, അവർ വാടിപ്പോകത്തില്ല. പക്ഷെ എനിക്കൊരു സങ്കടം തോന്നി, അങ്ങനെയല്ലല്ലോ, നമ്മളെന്നും ചെയ്യുന്ന കെയർ ചെയ്യുമ്പോഴാണല്ലോ അവർക്കൊരു സന്തോഷം, പിന്നെ അവരും നന്നായി വരാം. പിന്നെ എനിക്ക് തിരിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും.
അപ്പം പിന്നെ എൻ്റെ മൈൻഡിനും നല്ല റിലാക്സിങ് ആണ് കേട്ടോ ഈ ഒരു കാര്യം. അപ്പം ഞാനൊരു 5, 10, 15 മിനിറ്റ്സ് ആണെങ്കിൽ അത്രയും അവിടെ ചെന്ന് നിന്ന് ചിലപ്പോൾ ഒരു പ്ലാന്റിനെ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുള്ളൂ, അത്ര ആയാലും മതി. അപ്പോൾ ഞാൻ ഇന്നത് ആ ഒരു പ്ലാന്റിൻ്റെ അവിടെ കുറച്ച് ഡ്രൈ ലീവ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു പോട്ട് കണ്ടോ, അത് അത്യാവശ്യം അഴുക്കൊക്കെ പിടിച്ചു. അപ്പം ഞാൻ അതും ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നമുക്ക് മണി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കഷ്ടപ്പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ റോസ് അങ്ങനെ നല്ല കെയർ വേണ്ട ചെടികൾ വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് വന്നു. കാരണം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാനുണ്ട്. ചായയുടെയും ഒക്കെ പിന്നെ ലഞ്ചിൻ്റെ ബാക്കിയുള്ളതിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയാൽ കിച്ചൺ വൃത്തിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് കറിയൊന്നും അത്ര അങ്ങോട്ട് ചിലവാകുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ബീഫ് പുട്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ നല്ല പീസസ്, ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അതിൽ നിന്ന് നല്ല നല്ല പീസ് മാത്രം ആക്കി എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് സവാളയൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് അതും നന്നായിട്ട് വഴന്നു വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക, പച്ചമുളക് ചേർക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴന്നു വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കാറില്ല, പിന്നെ ഗരം മസാലപ്പൊടി, ഇത് ഇട്ടിട്ട് നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ മുരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് ചേർക്കുക. അപ്പോൾ ബീഫിലെ നെയ്യിൻ്റെ പാർട്സ് എല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം നമ്മുടെ മസാല റെഡിയായി. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ പുട്ടുപൊടി കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടാക്കിയ പുട്ടിൻ്റെ ബാക്കിയാണ് കേട്ടോ, ഓട്സ് പുട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് തന്നെ തട്ടിക്കൂട്ടി അങ്ങോട്ട് എടുക്കുകയാണ്, അല്ലാണ്ട് പുതിയ പുട്ട് നനച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ മസാല ഇടുക, പിന്നെ ഈ പുട്ടുപൊടി ഇടുക, വീണ്ടും മസാല ഇടുക. അപ്പോൾ തേങ്ങയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയിൽ തേങ്ങയും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള ലെഫ്റ്റ് ഓവർ ചിക്കനും ഫിഷും വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. നമുക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ബാക്കിയുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഫിഷ് പുട്ടായിട്ട് ചെയ്യാം, ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസാണ്. നല്ല അത് കഴിഞ്ഞ് നമ്മൾ ആവിയിൽ പുട്ട് വേവിച്ച് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ പുട്ട് കുത്തിയപ്പോൾ നമ്മുടെ ക്ലാസിക് പുട്ട് വീഴുന്ന പോലെ കഷ്ണങ്ങളായിട്ടല്ല വീണത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കിയ പുട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ പുട്ട് വീഴുന്ന പോലെ തന്നെ വീഴും കേട്ടോ. പിന്നെ കുട്ടികൾ നല്ല ഹാപ്പിയായി, അവർ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് ആണ്. ഒരുപാട് അധികമൊന്നും ക്ലീൻ ചെയ്യത്തില്ല, പക്ഷെ എന്തായാലും പാത്രങ്ങളും കഴുകി, സിങ്കും വൃത്തിയാക്കി, നമ്മളുടെ സ്റ്റൗവും വൃത്തിയാക്കി, കൗണ്ടർ ടോപ്പും നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ടൈൽസും പറ്റുവാണെങ്കിൽ ചെയ്യും. ഇതെല്ലാം എനിക്ക് എത്ര സമയമുണ്ട് ബാക്കി എന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ. എന്നാലും കിച്ചൺ അത്യാവശ്യം ഇന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. രാത്രി ഇങ്ങനെ എല്ലാം ക്ലീനാക്കി കിച്ചൺ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നമ്മുടെ വീഡിയോസ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 2 PM ആണ് ഇപ്പോൾ വരാറ്. മാക്സിമം അങ്ങനെ തന്നെ ഇടാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഉഷാറായിരിക്കും വീഡിയോസ് ഇടാൻ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.